ഓം ശാന്തി. 18/5/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം മുറിയും. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയാണ് വാളിൻ്റെ മൂർച്ച. ഈ കാര്യത്തിൽ സ്വയം തന്നെ ഒരിക്കലും ചതിക്കരുത്. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ പാപം നശിക്കുള്ളൂ. ബാബ മുഴുവൻ കൽപ്പത്തിലും എല്ലാ സമയവും വരുന്നില്ല. ഒരൊറ്റ അവസാന സമയം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴും ലോകത്തിലുള്ള കോടിക്കണക്കിന് ആത്മാക്കളിൽ വളരെ വിരളം ചിലർ മാത്രമേ ബാബയെക്കുറിച്ച് അറിയുന്നുള്ളൂ. അങ്ങനെ അറിയുന്നവർക്ക് മാത്രമേ ബാബയുടെ ഓർമ്മയിലിരിക്കാനും സാധിക്കുള്ളൂ. ബാബയുടെ ഓർമ്മയിലിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെയും ഈ ജന്മങ്ങളിലെയും പാപം നശിപ്പിക്കുന്നതിന് ഓർമ്മ തീർച്ചയായും വേണം. ഈ ഓർമ്മയിൽ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ പറ്റിക്കരുത്. ഒരുപക്ഷേ നേരെ ഇരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കും നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണ് എന്ന്. എന്നാൽ സ്വയം നമ്മൾ ഒരിക്കലും പറ്റിക്കരുത്. ബാബയുടെ ഓർമ്മ തന്നെയാണ് മാജിക്ക്. ബാബയുടെ ഓർമ്മ തന്നെയാണ് മരുന്ന്. ഇതിൽ ഒരിക്കലും നമ്മളെ തന്നെ പറ്റിക്കരുത്. നന്നായി ബാബയെ ഓർമ്മിക്കണം. ഇതിലൂടെ പാപം നശിപ്പിക്കുകയും വേണം. ചോദ്യം: കുട്ടികളുടെ ക്യാരക്ടർ മെച്ചപ്പെടുത്തുന്നതിന് ബാബ ഏതു വഴിയാണ് പറഞ്ഞു തരുന്നത്? ഉത്തരം: കുട്ടികളെ, തൻ്റെ യഥാർത്ഥ ചാർട്ട് വയ്ക്കൂ. ചാർട്ട് വയ്ക്കുന്നതിലൂടെയാണ് ക്യാരക്ടർ മെച്ചപ്പെടുന്നത്. നോക്കണം, മുഴുവൻ ദിവസത്തിലും നമ്മുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ, അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചില്ലല്ലോ. ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ എത്ര സമയം ഓർമ്മിച്ചു? എത്ര പേരെ തനിക്ക് സമാനമാക്കി? ഇങ്ങനെ ആരാണോ ചാർട്ട് വയ്ക്കുന്നത് അവരുടെ ക്യാരക്ടർ മികച്ചതാകുന്നു. ആര് ചെയ്യുമോ അവർക്ക് പ്രാപ്തിയുണ്ടാകും. ചെയ്യുന്നില്ല എങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ഈ ജ്ഞാനമാർഗത്തിൽ മുന്നേറുക അർത്ഥം നമ്മുടെ ക്യാരക്ടർ മെച്ചപ്പെടുക എന്നാണ്. നമ്മുടെ ക്യാരക്ടർ മെച്ചപ്പെടുത്തുന്നതിന് ബാബ നൽകുന്ന ഏറ്റവും മികച്ച ഉപായമാണ് ചാർട്ട് വയ്ക്കുക എന്നത്. ചാർട്ടിൽ പലതരത്തിലുള്ള പോയിന്റുകൾ നമ്മൾക്ക് വയ്ക്കാം. ഓരോ പോയിന്റും നമ്മൾ ഓരോ ദിവസവും ചെക്ക് ചെയ്യണം. ഇങ്ങനെ എന്നും പോയിന്റ് വയ്ക്കുകയാണ് എങ്കിൽ മുഴുവൻ ദിവസത്തിലും പതുക്കെ പതുക്കെ ഈ ശ്രദ്ധ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം നമ്മളുടെ ചാർട്ട് മികച്ചതാകുകയും ചെയ്യും. പലതരത്തിലുള്ള പോയിന്റ്സ് വയ്ക്കുന്നതിൽ പല പോയിന്റുകളും ബാബ പറഞ്ഞു തരുന്നു. മുഴുവൻ ദിവസത്തിലും എൻ്റെ ക്യാരക്ടർ എങ്ങനെയിരുന്നു? ദേഷ്യമൊന്നും പെട്ടില്ലല്ലോ, കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ, ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ, അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചില്ലല്ലോ, എത്ര സമയം ബാബയെ ഓർമ്മിച്ചു, എത്ര സേവനം ചെയ്തു. ഇപ്രകാരം എല്ലാ തരത്തിലും നമ്മൾ മുന്നേറുന്നുണ്ടോ എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചാർട്ട് വയ്ക്കുന്നതിലൂടെ, കണക്ക് വയ്ക്കുന്നതിലൂടെ നമ്മളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ക്യാരക്ടർ മെച്ചപ്പെട്ടു വരുന്നു. ആരാണോ ഈ പരിശ്രമം ചെയ്യുന്നത് അവർക്കായിരിക്കും പ്രാപ്തിയും ഉണ്ടാകുന്നത്. ആര് ചെയ്യുന്നില്ലയോ അവർക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വരും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അതിരാവിലെ ഏകാന്തതയിലിരുന്ന് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. മുഴുവൻ ലോകത്തെയും മറക്കണം. 2. ബാബയ്ക്ക് സമാനം എല്ലാവരുടെയും മംഗളകാരിയാകണം. കുറവുകളെ മാറ്റിയെടുക്കണം. തൻ്റെ മേൽ വളരെ ശ്രദ്ധ വയ്ക്കണം. തൻ്റെ രജിസ്റ്റർ സ്വയം തന്നെ നോക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
അമൃതവേള എണീറ്റ് വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മറന്ന്, ലോകത്തെ തന്നെ മറന്ന് ബാബയുടെ ഓർമ്മയിൽ മുഴുകണം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു, ബാബ എല്ലാവരുടെയും മംഗളകാരിയാണ്. അതുപോലെ ബാബയ്ക്ക് സമാനം നമ്മളും എല്ലാവരുടെയും മംഗളകാരിയാകണം. ചിലർക്ക് മാത്രം മംഗളം ചെയ്യുന്നവരല്ല, എല്ലാവർക്കും മംഗളം ചെയ്യുന്നവർ ആകണം. അതിനോടൊപ്പം നമ്മളുടെ ഉള്ളിലുള്ള കുറവുകളെ മാറ്റിയെടുക്കണം. നമ്മുടെ മേൽ സ്വയം തന്നെ ഒരു കണ്ണ് വേണം. ഒരു കണ്ണല്ല, 2 കണ്ണും വേണം. നല്ല ശ്രദ്ധ തൻ്റെ മേൽ കൊടുക്കണം. നമ്മുടെ രജിസ്റ്റർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് നമ്മൾ സ്വയം ചെക്ക് ചെയ്യണം. വരദാനം: സർവപ്രാപ്തികളുടെ ഖജനാവുകളെ സ്മൃതി സ്വരൂപരായി കാര്യത്തിൽ ഉപയോഗിക്കുന്ന സദാ സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൻ്റെ വിശേഷ വരദാനം സന്തുഷ്ടതയാണ്. ഈ സന്തുഷ്ടതയുടെ വിത്ത് സർവപ്രാപ്തികളാണ്. അസന്തുഷ്ടതയുടെ വിത്ത് സ്ഥൂലവും സൂക്ഷ്മവുമായ അപ്രാപ്തിയാണ്. ബ്രാഹ്മണരുടെ മഹിമയാണ് അപ്രാപ്തമായി ഒരു വസ്തുവും ബ്രാഹ്മണരുടെ ഖജനാവിലില്ല എന്നാണ്. എല്ലാ കുട്ടികൾക്കും ഒന്നിൽ നിന്ന് ഒരുപോലെ അളവറ്റ സമ്പത്ത് ലഭിക്കുന്നു. ആ പ്രാപ്തമായിട്ടുള്ള സമ്പത്തിനെ ഓരോ സമയവും കാര്യത്തിൽ ഉപയോഗിക്കൂ. അതായത് സ്മൃതി സ്വരൂപരാകൂ. പരിധിയില്ലാത്ത പ്രാപ്തികളെ പരിധിയിലേക്ക് പരിവർത്തനപ്പെടുത്തരുത്. എങ്കിൽ സദാ സന്തുഷ്ടരായിരിക്കും. നമ്മൾ ബ്രാഹ്മണാത്മാക്കളാണ്. നമ്മൾ ബ്രാഹ്മണാത്മാക്കൾക്കുള്ള മഹിമയാണ് അപ്രാപ്തമായി ഒരു സമ്പത്തും ഇല്ല. അതായത് എല്ലാ സമ്പത്തും എല്ലാ പ്രാപ്തികളും നമ്മൾക്കുണ്ട്. എന്നാൽ നമ്മൾക്ക് എല്ലാ പ്രാപ്തികളും ഉണ്ട് എന്നത് ഓർമ്മയുള്ളപ്പോഴാണ് അത് കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിനാൽ ബാബ പറയുന്നു, സദാ സ്മൃതി സ്വരൂപരാകണം. പരിധിയില്ലാത്ത സമ്പത്ത് ലഭിച്ചിട്ടുള്ളത് ഒരിക്കലും അത് പരിധിയുള്ളത് ആക്കി മാറ്റരുത്. നമുക്കെല്ലാവർക്കും ഒരു ബാബയിൽ നിന്ന് സകല പ്രാപ്തിയും ഉണ്ടായിട്ടുണ്ട്. ആ പ്രാപ്തിയെ ഓർമ്മയിൽ വെച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ സദാ സന്തുഷ്ടരായിരിക്കും. സ്ലോഗൻ: എവിടെ നിശ്ചയമുണ്ടോ അവിടെ വിജയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖ മസ്തകത്തിൽ തന്നെ ഉണ്ട്. നാം എത്ര നിശ്ചയബുദ്ധി ആയിരിക്കുമോ അത്രയും വിജയിയായിരിക്കും. നിശ്ചയബുദ്ധിയാണ് എങ്കിൽ വിജയത്തിൻ്റെ രേഖ മസ്തകത്തിൽ തന്നെ ഉണ്ടാകും. ഓം ശാന്തി.